നമസ്കാരം, വിജീഷാണ്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കോറിയോലിസ് ബലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എപ്പോഴും കാറ്റുകളുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ചോദിക്കുമ്പോൾ കോറിയോലിസ് ബലം എന്ന് പറയുന്ന കൺസെപ്റ്റിന് അവിടെ പ്രാധാന്യമുണ്ട്. കാരണം കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. കാറ്റിൻ്റെ ദിശ, ഒരു കാറ്റിൻ്റെ സഞ്ചാരം ഏത് ദിശയിലേക്കായിരിക്കണം എന്നതിനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ടൊരു ബലമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ് ചില അടിസ്ഥാന കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം, ഇത് ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ സെൻറ്ററിലൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന അക്ഷാംശ രേഖയെ നമ്മൾ ഭൂമധ്യരേഖ എന്നാണ് വിളിക്കുക. ഭൂമിയുടെ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന അക്ഷാംശ രേഖയെ ഭൂമധ്യരേഖ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ വടക്കോട്ട് നമുക്കൊരു 90 അക്ഷാംശ രേഖകളുണ്ട്. ഒപ്പം തെക്ക് ഭാഗത്തേക്കും എത്രയുണ്ട്? 90 അക്ഷാംശ രേഖകൾ ഉണ്ട്. ഇതിന് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180, പിന്നെ ഭൂമധ്യരേഖയും കൂടി കൂട്ടി 181. അതായത് ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 181. 181. ഇനി നിങ്ങൾ നോക്കൂ, ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗം, ഇത് ഭൂമധ്യരേഖയാണെങ്കിൽ എൻ്റെ വടക്ക് ഭാഗത്തെ നമ്മൾ പൊതുവെ ഉത്തരാർദ്ധഗോളം എന്നാണ് വിളിക്കുക. ഇത്രയും ഭാഗത്തെ നമ്മൾ പൊതുവെ ഉത്തരാർദ്ധഗോളം എന്നാണ് വിളിക്കുക. ഇനി ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗം നോക്കൂ, ഈ ഒരു ഭാഗം, ഈ ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തെ നമ്മൾ ദക്ഷിണാർദ്ധഗോളം എന്നാണ് വിളിക്കുക. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തെ ഉത്തരാർദ്ധഗോളവും ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തെ ദക്ഷിണാർദ്ധഗോളവും എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, നമുക്ക് പറയാനുള്ള കൺസെപ്റ്റിലേക്ക് വരാം. നമുക്ക് പറയാനുള്ള കൺസെപ്റ്റ് എന്താണ് കോറിയോലിസ് ബലം എന്നാണ്. എന്താണ് കോറിയോലിസ് ബലം? അതായത് ഭൗമോപരിതലത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു വസ്തു, നമ്മൾ പ്രത്യേകിച്ചൊരു ബലവും കൊടുക്കാതെ സ്വതന്ത്രമായി ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു, അത് സഞ്ചരിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലൂടെ ആണെങ്കിൽ, അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഭാഗം, ഈ ഒരു ഭാഗം ഉത്തരാർദ്ധഗോളത്തിലൂടെ ആണെങ്കിൽ അതിൻ്റെ സഞ്ചാരദിശ ആ പോകുന്ന ദിശയ്ക്ക് വലത്തേക്ക് തിരിയും. അപ്പോൾ ഓർത്തു വെച്ചോളണം, ഒരു സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തു, ഭൗമോപരിതലത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തു, അത് സഞ്ചരിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലൂടെയാണെങ്കിൽ ഭൂമിയുടെ ഭ്രമണം കാരണം ആ വസ്തു എന്ത് ചെയ്യുന്നു? അത് പോകുന്ന ദിശയ്ക്ക് വലത്തേക്ക് തിരിയുന്നു. ഇനി ആ വസ്തു സഞ്ചരിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലൂടെയാണെങ്കിൽ അത് പോകുന്ന ദിശയ്ക്ക് ഇടത്തേക്ക് തിരിയുന്നു. ഈ ബലത്തെ അല്ലെങ്കിൽ ഇതിന് കാരണമാകുന്ന ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കോറിയോലിസ് പ്രഭാവം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഭൗമ ഉപരിതലത്തിലൂടെ, ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ച് ബലമൊന്നും കൊടുക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന കാറ്റ് പോലെയുള്ള വസ്തുക്കൾ, അത് സഞ്ചരിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലൂടെയാണെങ്കിൽ അതിൻ്റെ ദിശ, അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തേക്കും, ദക്ഷിണാർദ്ധഗോളത്തിലൂടെയാണെങ്കിൽ അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തേക്കും വ്യതിചലിക്കും. ഇതിന് കാരണമായ ബലത്തെ വിളിക്കുന്ന പേരാണ് കോറിയോലിസ് ബലം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു ബലമുണ്ട് എന്നാദ്യമായി തിരിച്ചറിഞ്ഞത് ഗുസ്താവ് ഡി കോറിയോലിസ് ആണ്. ആരാണ്? ഗുസ്താവ് ഡി കോറിയോലിസ് ആണ് ഇത്തരത്തിലൊരു ബലമുണ്ട്, സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന കാറ്റ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾക്ക് ചലനദിശ, അതിൻ്റെ സഞ്ചാര ദിശയിൽ വ്യതിയാനം ഉണ്ടാവുന്ന ഒരു ബലമുണ്ട് എന്നാദ്യമായി തിരിച്ചറിഞ്ഞത് ആരാണ്? ഗുസ്താവ് ഡി കോറിയോലിസ് ആണ്. ഇനി ഈ കാര്യം കാറ്റുകളുടെ കാര്യത്തിൽ, അതായത് കാറ്റുകൾക്ക് ഇത്തരത്തിൽ സഞ്ചാര ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകും എന്നാദ്യമായി മനസ്സിലാക്കുന്നത് അഡ്മിറൽ ഫെറൽ ആണ്. ആരാണ്? അഡ്മിറൽ ഫെറൽ. ആ രണ്ട് പേരൊന്ന് ഓർത്ത് വെച്ചോളണം, ഗുസ്താവ് ഡി കോറിയോലിസും അഡ്മിറൽ ഫെറലും. ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് നമ്മൾ ധ്രുവങ്ങളിലേക്ക് പോകുന്നു. അതായത് ഇതാണ് ഉത്തര ധ്രുവം, ഇതാണ് ദക്ഷിണ ധ്രുവം. നമ്മൾ ധ്രുവങ്ങളിലേക്ക് പോയാൽ ഈ ബലം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ധ്രുവങ്ങളിൽ നിന്ന്, അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോയാൽ ഈ ബലം എന്ത് ചെയ്യും? വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രത്യേകമായി ഓർത്തു വെക്കണം. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ ബലം വളരെ കുറവാണ്. എന്നാൽ ധ്രുവങ്ങളിലേക്ക് പോകും തോറും ഈ ബലം എന്ത് ചെയ്ത് വരുന്നു? വർദ്ധിച്ചു വരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്, കോറിയോലിസ് ബലം. നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണാം.